പ്രാചീന ഭാരതത്തിൽ മുനിമാർ തങ്ങളുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളിലും യോഗാഗ്നി നിറച്ചുകൊണ്ടും ജീവജാലങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ദേവതകൾ പുണ്യനദികളായും ഈ ഭൂമിയിലൂടെ വിഹരിച്ചിരുന്നു. ജ്ഞാനദേവതയായ സരസ്വതി ദേവി അങ്ങനെയൊരു മുനിയുടെ യോഗാഗ്നിയിൽ നിന്നും ജീവജാലങ്ങളെ രക്ഷിക്കാൻ ഒരു നദിയായി മാറിയതിനു പിന്നിലും ഒരു കഥയുണ്ട്. ഭൃഗു മഹർഷിയുടെ വംശത്തിലെ മഹർഷിമാർ ഹേഹയ രാജവംശത്തിലെ രാജാക്കന്മാരുടെ പാരമ്പര്യ ഗുരുക്കളായിരുന്നു. ഹേഹയ രാജവംശത്തിലെ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു കാർത്തവീര്യാർജുനന്റെ പിതാവായ കൃതവീര്യൻ. അദ്ദേഹം ഭൃഗുവംശ മുനിമാരുടെ ആശ്രമങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ ഗുരുദക്ഷിണയായി ധാരാളം ധനം മുനിമാർക്ക് നൽകി. ഈ സമ്പത്ത് ഉപയോഗിച്ച് ഭാർഗവ മുനിമാർ സമ്പന്നരായി മാറി. എന്നാൽ കൃതവീര്യന്റെ മരണശേഷം ബ്രാഹ്മണരായ ഭൃഗുവംശജർ തങ്ങളുടെ രാജവംശത്തിൽ നിന്നും ലഭിച്ച സമ്പത്ത് കൈവശം വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ക്ഷത്രിയർ അസൂയ മൂലം മുനിമാരെ ആക്രമിക്കാൻ തുടങ്ങി. ഭയന്ന ഭാർഗവന്മാർ തങ്ങളുടെ സമ്പത്ത് മണ്ണിനടിയിൽ ഒളിപ്പിച്ചു. എന്നാൽ ഒരു ദിവസം ഹേഹയ രാജവംശജരായ രാജാക്കന്മാർ ഭൃഗുവംശജരുടെ ആശ്രമങ്ങളിൽ നിന്നും ആ സമ്പത്ത് ബലമായി കുഴിച്ചെടുത്തു. അന്നു മുതൽ ക്ഷത്രിയരും ഭൃഗുക്കളും തമ്മിൽ ശത്രുതയിലായി. അവർ ഭൃഗുക്കളെ വേട്ടയാടി. അതിജീവിച്ച മുനിമാർ പത്നിമാരുമായി പർവ്വത ഗുഹകളിൽ ഒളിച്ചു. ഓടിപ്പോയവരിൽ ച്യവന മഹർഷിയും അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യ ആരുഷിയും ഉണ്ടായിരുന്നു. ക്ഷത്രിയർ നടത്തുന്ന കൂട്ടക്കൊലയിൽ നിന്ന് ഭയന്ന ആരുഷി തന്റെ യോഗശക്തിയാൽ ഗർഭത്തെ തുടകളിൽ ഒളിപ്പിച്ച് 100 വർഷങ്ങൾ കഴിച്ചുകൂട്ടി. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ മറ്റൊരു സ്ത്രീ ഹേഹയ രാജാക്കന്മാരെ ആ വിവരം അറിയിച്ചു. അവർ ആരുഷിയെ പിടികൂടി. ഉടനെ അവളുടെ തുടയിൽ നിന്നും ഒരു കുഞ്ഞു ജനിച്ചു. ഊരുവിൽ നിന്ന് തുടയിൽ നിന്ന് ജനിച്ചതിനാൽ അദ്ദേഹത്തിന് ഔർവൻ എന്ന് പേര് വന്നു. എന്നാൽ നവജാത ശിശുവായ ഔർവന്റെ ശക്തമായ തേജസ്സിനാൽ നോക്കിനിന്ന രാജാക്കന്മാരെല്ലാം അന്ധരായി മാറി. ഭയന്ന അവർ ആ ശിശുവിനെ സ്തുതിച്ച് ക്ഷമയാചിച്ചപ്പോൾ കാഴ്ച തിരികെ ലഭിച്ചു. എന്നാൽ തന്റെ വംശത്തിലെ പൂർവികരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്ത രാജാക്കന്മാരോട് ഔർവ മഹർഷിക്ക് വിദ്വേഷം തോന്നി. ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രതികാരത്തിനായി പ്രതിജ്ഞയെടുത്ത അദ്ദേഹം തന്റെ തപസ് ആരംഭിച്ചു. തപസ്സിന്റെ ശക്തിയാൽ 3 ലോകങ്ങളും കത്തിയെരിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ തപസ്സിന്റെ ചൂടിൽ 3 ലോകങ്ങളും വെന്തെരിയാൻ തുടങ്ങിയപ്പോൾ ഭൃഗുവംശത്തിലെ പൂർവികർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ജനനന്മയ്ക്കായി തപസ് അവസാനിപ്പിക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം മുനി കൂട്ടാക്കിയില്ല. എന്നാൽ പിതൃക്കളുടെ അഭ്യർത്ഥന മാനിച്ച് തപസ് അവസാനിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ തപസ്സിന്റെ അഗ്നി ശക്തമായി നിലനിന്നു. അത് ബഡവാഗ്നി എന്നറിയപ്പെട്ടു. ആ അഗ്നി ഒന്നുകിൽ തന്നെയോ അല്ലെങ്കിൽ 14 ലോകങ്ങളെയോ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പിതൃക്കളെ അറിയിച്ചു. അപ്പോൾ പിതൃക്കൾ ആ അഗ്നിഗോളത്തെ സമുദ്രത്തിൽ ഒളിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് ഭയന്ന ദേവന്മാർ ബഡവാഗ്നിയെ സമുദ്രത്തിൽ നിക്ഷേപിക്കാൻ സരസ്വതി ദേവിയെ സമീപിച്ചു. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം സരസ്വതി ദേവി ഗംഗ, യമുന, മനോരമ, ഗായത്രി, സാവിത്രി തുടങ്ങിയ ദേവതമാരോടൊപ്പം സ്വർഗത്തിൽ നിന്നും പുറപ്പെട്ടു. എങ്കിലും പിന്നീട് ദേവി ഒറ്റയ്ക്ക് നദീരൂപത്തിൽ ഉത്തങ്കമുനിയുടെ ആശ്രമത്തിൽ ഒരു അത്തിമരത്തിനടുത്തായി പ്രത്യക്ഷപ്പെട്ടു. ശിവഭഗവാൻ ഒരു കുടത്തിൽ ബഡവാഗ്നിയെ നിക്ഷേപിച്ച് സരസ്വതി ദേവിക്ക് നൽകി. ബഡവാഗ്നിയുമായി സഞ്ചരിച്ച സരസ്വതി നദി പോകുന്ന വഴി ഭൂമിയെ പരിശുദ്ധമാക്കിയും ജനങ്ങളെ പാപമുക്തരാക്കിയും പടിഞ്ഞാറൻ സമുദ്രത്തിലെത്തി. അവിടെ ബഡവാഗ്നിയെ നിക്ഷേപിച്ചു. ഒരു കുതിരയുടെ തലയുടെ ആകൃതിയിലുള്ള ബഡവാഗ്നി ഇന്നും സമുദ്രത്തിൽ അണയാതെ നിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു.